സെന്റ് എഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാന്നാനം 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായ മാന്നാനത്ത് വിദ്യാഭ്യാസം രണ്ടാം വെളിച്ചമാകുന്നു എന്ന് പഠിപ്പിച്ച മഹാപണ്ഡിതനായ വിശുദ്ധ എബ്രേമിന്റെ നാമധേയത്താൽ പ്രസിദ്ധമായ സാംസ്കാരിക കേരളത്തിന്റെ ചരിത്രവീഥികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ നിരവധി വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത മാന്നാനം സെന്റ് എഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സമർപ്പിക്കുന്നു. പ്രവേശനോത്സവം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികൾക്കും ജൂൺ 2-ന് പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾ ആരംഭിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ജൂൺ 18-നാണ് ക്ലാസുകൾ ആരംഭിച്ചത്. അധ്യാപകർ. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീമതി ടെസി ലൂക്കോസിന്റെ നേതൃത്വത്തിൽ 25 അധ്യാപകരും 2 അനധ്യാപകരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ശ്രീമതി ജോസ്മി ആന്റണിയുടെ പ്രമോഷൻ മൂലമുണ്ടായ ഫിസിക്സ് ജൂനിയർ പോസ്റ്റിലേക്ക് മാന്നാനം സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്നും ശ്രീമതി അഖില ട്രീസ ജോസഫ് നിയമിതയായി. ശ്രീമതി ബെൻസി കെ ജോസഫ് വിരമിച്ച ഒഴിവിലേക്ക് ശ്രീമതി ജോഷ്ന ജോൺ ബോട്ടണി വിഭാഗത്തിലും, ശ്രീ വർഗീസ് ആന്റണി വിരമിച്ച ഒഴിവിലേക്ക് ശ്രീ സനൽ തോമസ് ഇക്കണോമിക്സ് വിഭാഗത്തിലും നിയമിതരായി. ശ്രീ മനോജ് വർഗീസ് വിരമിച്ച ഒഴിവിലേക്ക് മാന്നാനം സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്നും ശ്രീമതി മിനു ജോസഫ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലും, ശ്രീ ജോസ് ജോസഫ് വിരമിച്ച ഒഴിവിലേക്ക് ഫാദർ ഷൈജു സേവിയർ CMI കൊമേഴ്സ് വിഭാഗത്തിലും, ശ്രീമതി ഹെൽമ സെബാസ്റ്റ്യൻ വിരമിച്ച ഒഴിവിലേക്ക് മെറിൻ അച്ചൻകുഞ്ഞ് കെമിസ്ട്രി വിഭാഗത്തിലും നിയമിതരായി. ശ്രീമതി ദിവ്യ സ്റ്റാനി, ശ്രീ ടോം ജോസ് എന്നിവർ ഫിസിക്സ് വിഭാഗത്തിലും, ശ്രീ ടോം ജെയിംസ് ഇംഗ്ലീഷ് വിഭാഗത്തിലും ഗസ്റ്റ് അധ്യാപകരായി പ്രവർത്തിച്ചു വരുന്നു. ഹൈസ്കൂൾ. ഹെഡ്മാസ്റ്റർ ശ്രീ ബെന്നീസ് കറിയായുടെ നേതൃത്വത്തിൽ 22 അധ്യാപകരും 4 അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ജീവശാസ്ത്ര അധ്യാപികയായിരുന്ന ശ്രീമതി കുഞ്ഞുമോൾ സെബാസ്റ്റ്യൻ വിരമിച്ച ഒഴിവിലേക്ക് ശ്രീ ജെറിൻ ജോസഫും, സോഷ്യൽ സയൻസ് അധ്യാപികയായിരുന്ന സിസ്റ്റർ റോസമ്മ ഫ്രാൻസിസ് വിരമിച്ച ഒഴിവിലേക്ക് ശ്രീമതി സില്ല ആന്റണിയും നിയമിതയായി. ശ്രീമതി മെയ്മോൾ ജോസഫിന്റെ ഒഴിവിലേക്ക് ശ്രീമതി ആൻസ് മരിയ ജോസും, ശ്രീമതി ജസമ്മ കുര്യന്റെ ഒഴിവിലേക്ക് ശ്രീ ആൽവിൻ ജെയിംസും സെന്റ് ജോസഫ് UP സ്കൂളിൽ നിന്നും പ്രമോഷൻ ആയി നിയമിതരായി. ശ്രീമതി ജോസ്ലിൻ P ജോസഫിന്റെ ഒഴിവിലേക്ക് ശ്രീ മാത്തുക്കുട്ടി മാത്യു മുഹമ്മ മദർ തെരേസ സ്കൂളിൽ നിന്നും നിയമിതനായി. വിദ്യാർത്ഥികൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ 14 ഡിവിഷനിലായി 487 വിദ്യാർത്ഥികളും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ഡിവിഷനിലായി 581 വിദ്യാർത്ഥികളും അധ്യയനം നടത്തുന്നു. പരീക്ഷാഫലം. 2025 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിൽ 100% വിജയവും 21 കുട്ടികൾക്ക് ഫുൾ A+, 5 കുട്ടികൾക്ക് 9 A+ ലഭിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77% വിജയവും 37 കുട്ടികൾക്ക് ഫുൾ A+, 15 കുട്ടികൾക്ക് 5 A+ ലഭിച്ചു. സ്റ്റാഫ് കൗൺസിൽ. പാഠ്യേതര പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശ്രീ സനിൽ ജോസഫും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീ ജിജോ മാത്യുവും സ്റ്റാഫ് സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്നു. ഹൈസ്കൂളിൽ ശ്രീമതി റിൻസി ലൂക്കോസ്, ഹയർ സെക്കൻഡറി ശ്രീ എബിൻ അലക്സാണ്ടർ എന്നിവർ SRG കൺവീനർമാരായി പ്രവർത്തിക്കുന്നു. ശ്രീമതി മഞ്ജുഷ ജേക്കബ് HITC ആയും ശ്രീ ആൽവിൻ ജെയിംസ് SITC ആയും പ്രവർത്തിക്കുന്നു. പ്രതിഭാ സംഗമം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടി ജൂലൈ 19-ന് നടത്തിയ മെറിറ്റ് ഡേയിലും വായനാ ദിനാചരണത്തിലും ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ വിശിഷ്ടാതിഥിയായിരുന്നു. MB അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, ജില്ലാ കളക്ടർ ശ്രീ ജോൺ V സാമുവേൽ IAS, CMI കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി,
സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രേമലത പ്രേംസാഗർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തദവസരത്തിൽ മിനിസ്റ്റേഴ്സ് അവാർഡ്, ജില്ലാ പഞ്ചായത്ത് അവാർഡ്, അധ്യാപക രക്ഷാകർതൃ അവാർഡ്, കോർപ്പറേറ്റ് മാനേജേഴ്സ് അവാർഡ് എന്നീ അവാർഡുകൾ കുട്ടികൾക്ക് സമ്മാനിച്ചു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 14/8/2025 നടത്തി. സ്കൂൾ ചെയർപേഴ്സണായി കുമാരി അലീഷ എൽസ ജോസഫ്, സ്കൂൾ ലീഡറായി വൈഗ LM എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ബോർഡിംഗ് ഹൗസ്. പ്രശസ്തമായ സെന്റ് അലോഷ്യസ് ബോർഡിംഗ് ഹൗസിൽ സെന്റ് ഫ്രേംസിലെ 39 വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്നു. റവറൻ ഫാദർ സജി പാറക്കടവിൽ ബോർഡിംഗ് ഹൗസ് റെക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. കായിക രംഗം. കേരളത്തിന്റെ സ്കൂൾ കായിക രംഗത്ത് തിളക്കമാർന്ന നേട്ടങ്ങളോടെ നിർണായക സ്ഥാനം അലങ്കരിക്കാൻ മാന്നാനം സെന്റ് ഫ്രേംസ് സ്കൂളിന് കഴിയുന്നുണ്ട്. സ്പോർട്സ് ഹോസ്റ്റൽ. റവറൻ ഫാദർ ആന്റണി കാഞ്ഞിരത്തങ്കൽ CMI നേതൃത്വം നൽകുന്ന സെന്റ് എഫ്രേംസ് ബാസ്കറ്റ്ബോൾ അക്കാദമിയിൽ ബാസ്കറ്റ്ബോൾ വിഭാഗത്തിൽ 35 ആൺകുട്ടികളും ക്രിക്കറ്റ് വിഭാഗത്തിൽ 20 പെൺകുട്ടികളും പരിശീലനം നേടുന്നു. കേരളത്തിലെ പ്രശസ്തമായ ബാസ്കറ്റ്ബോൾ ടീമുകളെ ഉൾപ്പെടുത്തി ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നമ്മുടെ സ്കൂളിൽ വെച്ച് എല്ലാ വർഷവും നടത്തപ്പെടുന്നു. സ്പോർട്സ് മേഖലയിലെ നേട്ടങ്ങൾ. ഫുട്ബോൾ. സ്റ്റേറ്റ് സ്കൂൾസ് റവന്യൂ ജില്ലാ ടൂർണമെന്റിൽ വിജയിച്ച് 10 ഫുട്ബോൾ ടീം അംഗങ്ങൾ അണ്ടർ 14 വിഭാഗത്തിൽ സ്കൂൾ സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കാസിനോ, ജോനാഥൻ, ഷാനു, അക്ഷയ്, അശ്വിൻ, റോബി, അലൻ, ജിതീഷ്, മൃദുൾ, ശ്യാം, ഡാനി, സ്പെൻസൺ, ലേണൽ, സാൻഡ്രോ എന്നിവരടങ്ങുന്ന ഫുട്ബോൾ ടീം AIFA ക്ലബിനു വേണ്ടി റിലയൻസ് ടൂർണമെന്റിലും SGFI ടൂർണമെന്റിലും സ്റ്റേറ്റ് അസോസിയേഷൻ ടൂർണമെന്റിലും പങ്കെടുക്കുകയും കോട്ടയം സുബ്രതോ കപ്പിൽ വിജയികളാകുകയും ചെയ്തു. ബാസ്കറ്റ്ബോൾ. YMCA ടൂർണമെന്റ് ആലപ്പുഴ, എഫ്രേംസ് ട്രോഫി, ക്രിസ്തുജ്യോതി ചങ്ങനാശ്ശേരി, ക്രൈസ്റ്റ് തിരുവല്ല, ക്രൈസ്റ്റ് നഗർ തിരുവനന്തപുരം, ഫാദർ പോരൂക്കര CMI ട്രോഫി ചമ്പക്കുളം, ദിൽജിത്ത് ട്രോഫി കോഴിക്കോട് എന്നീ ടൂർണമെന്റുകളിൽ സെന്റ് ഫ്രേംസ് ബാസ്കറ്റ്ബോൾ ടീം 1ാം സ്ഥാനം നേടി. രാജഗിരി എറണാകുളം, ഡോൺ ബോസ്കോ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മിലൻ ജോസ് മാത്യു, ഗൗതം PM എന്നിവർ പഞ്ചാബിൽ വെച്ച് നടന്ന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്കൂൾ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ കോട്ടയം ജില്ലാ ടീമിൽ മിലൻ, ഗൗതം, ജേക്ക് ജോൺ കോശി, അഭിജിത്ത് RS, ജെറിൻ ജോഷി, ഹാഫിസ് റഹ്മാൻ എന്നിവർ സെന്റ് ഫ്രേംസിനെ പ്രതിനിധീകരിച്ചു. മിലൻ, ഗൗതം എന്നിവർ രാജസ്ഥാനിൽ നടന്ന SGFI ടൂർണമെന്റിൽ പങ്കെടുത്ത കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രിക്കറ്റ്. അണ്ടർ 15 കേരള ടീമിലേക്ക് നിലാവി നായർ, ഉണ്ണിമായ K മഹേഷ് എന്നീ കുട്ടികളും അണ്ടർ 17 സ്കൂൾസ് നാഷണൽസ് ടീമിലേക്ക് അയോണ ബിജു, നിലാവി നായർ, ഉണ്ണിമായ K മഹേഷ്, ദിൽന DP എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ വെച്ച് നടന്ന അണ്ടർ 19 സ്കൂൾസ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഋതിക രഞ്ജിത്ത് പങ്കെടുത്തു. റോളർ സ്കേറ്റിംഗ്. പാലക്കാട്ട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അഭികൃഷ്ണ മെഡൽ കരസ്ഥമാക്കി. ബോക്സിംഗ്. കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അലീന സിബി, അൽഫോൻസ അവിനാഷ് എന്നിവർ മെഡലുകൾ കരസ്ഥമാക്കി. സൈക്ലിംഗ് മാസ് സ്റ്റാർട്ട് ഇനത്തിൽ നിയ ആൻ അബ്രഹാം കേരള സ്റ്റേറ്റ് സ്കൂൾസ് ഗെയിംസ് ഗോൾഡ് മെഡലും കേരള സ്റ്റേറ്റ് റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. ശാസ്ത്രോത്സവം. ശാസ്ത്രമേളകളിൽ സെന്റ് ഫ്രേംസ് സ്കൂൾ ചരിത്ര വിജയം നേടിയ വർഷമാണ് 2025-26. ഏറ്റുമാനൂർ സബ് ജില്ലാ മേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ IT ഓവറോളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ IT, മാത്തമാറ്റിക്സ് വിഭാഗങ്ങളിൽ ഓവറോളും നേടിയ നമ്മുടെ സ്കൂൾ ജില്ലാ തലത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ IT ഓവറോളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് ഫസ്റ്റ് റണ്ണറപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. പാലക്കാട്ട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ IT മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്റ്റേറ്റ് ഓവറോൾ ട്രോഫിയും ബെസ്റ്റ് സ്കൂൾ ട്രോഫിയും കരസ്ഥമാക്കി. സ്ക്രാച്ച് പ്രോഗ്രാമിംഗിൽ കുമാരി ലിൻഡ സൂസൻ ജോയൽ സ്റ്റേറ്റ് 1ാം സ്ഥാനവും മാസ്റ്റർ നെവിൻ പ്രമോദ് വെബ് ഡിസൈനിംഗ് 2ാം സ്ഥാനവും പ്രസന്റേഷനിൽ കുമാരി കാതറിൻ ജോർജ് 4ാം സ്ഥാനവും നേടി. സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ കുമാരി ഫൻസ ഷാജി, കുമാരി ഫൈസ ഷാജി എന്നിവർ ഗ്രൂപ്പ് പ്രോജക്റ്റിലും കുമാരി എൽസിയ ഷാജി അതർ ചാർട്ടിലും, സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ കുമാരി ജെന്നി മരിയ ജോജോ ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് പ്രിസർവേഷൻ വിഭാഗത്തിലും കുമാരി ഏഞ്ചൽ തോമസ് ബുക്ക് ബൈൻഡിങ്ങിലും A ഗ്രേഡ് നേടി ഗ്രേസ് മാർക്കിന് അർഹരായി.
ഹൈസ്കൂൾ വിഭാഗത്തിൽ മാസ്റ്റർ നിതിൻ പ്രമോദ് മലയാളം ടൈപ്പിംഗിൽ C ഗ്രേഡും നേടി. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് മാന്നാനം സെന്റ് ഫ്രേംസ് സ്കൂളിലും തുടക്കം കുറിച്ചിരിക്കുന്നു. ജൂലൈ 1 ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ SPC പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം SP ഷാഹുൽ ഹമീദ്, SPC AD NO ജയകുമാർ, CMI കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി, സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി എന്നിവർ ആശംസകൾ നേർന്നു. എല്ലാ വർഷവും 44 കുട്ടികൾ പദ്ധതിയിൽ അംഗങ്ങളാകുന്നു. 22 പെൺകുട്ടികളും 22 ആൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീ നിതിൻ തോബിയാസ്, ശ്രീമതി സ്വപ്ന ജോസഫ് എന്നിവർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായി സേവനമനുഷ്ഠിക്കുന്നു. NCC 16 കേരള ബറ്റാലിയൻ NCC കോട്ടയത്തിന്റെ നിയന്ത്രണത്തിൽ മാന്നാനം സെന്റ് ഫ്രേംസ് സ്കൂൾ NCC യൂണിറ്റ് പ്രവർത്തിക്കുന്നു. 76 ആൺകുട്ടികളും 24 പെൺകുട്ടികളും മിലിറ്ററി, നോൺ മിലിറ്ററി വിഷയങ്ങളിൽ പരിശീലനം നേടുന്നു. 40 കേഡറ്റ്സ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. ശ്രീ എബിൻ ജോർജ് അസോസിയേറ്റ് NCC ഓഫീസറായി പ്രവർത്തിക്കുന്നു. നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളിൽ ദേശീയ അവബോധവും സാമൂഹിക സേവന മനോഭാവവും വളർത്തുന്നതിന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായി ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപിക ശ്രീമതി ബീന സെബാസ്റ്റ്യൻ പ്രവർത്തിക്കുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് യുവജനങ്ങളുടെ മാനസികവും ശാരീരികവും ഭൗതികവുമായ കഴിവുകളെ പരിപോഷിപ്പിച്ച് സമൂഹത്തിനും രാജ്യത്തിനും സേവനം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്കൗട്ട് മാസ്റ്റർ ശ്രീ എബിൻ അലക്സാണ്ടറിന്റെയും ഗൈഡ് ക്യാപ്റ്റൻ ഡോക്ടർ മിനിമോൾ കുര്യന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആകെ 64 അംഗങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. 2026 CM ഷീൽഡ് കോമ്പറ്റീഷനിൽ കോട്ടയം ജില്ലയിലെ മികച്ച ഗൈഡ് യൂണിറ്റായി നമ്മുടെ യൂണിറ്റിനെ തിരഞ്ഞെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൗട്ട് മാസ്റ്റർ ശ്രീ ജെറിൻ ജോസഫും ഗൈഡ് ക്യാപ്റ്റൻ ശ്രീമതി നിമ്മി റോയിയും പ്രവർത്തിക്കുന്നു. സൗഹൃദ ക്ലബ്ബ് കൗമാരക്കാരുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വ്യക്തിപരവും അക്കാദമികവുമായ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും അവരെ ജീവിത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് സൗഹൃദ ക്ലബിന്റെ ലക്ഷ്യം. ശ്രീമതി അനുമോൾ ആന്റണി സൗഹൃദ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. കരിയർ ഗൈഡൻസ് യൂണിറ്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മാനസികവും വൈകാരികവും തൊഴിൽപരവുമായ വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന CG&AC ഭാഗമായ കരിയർ ഗൈഡൻസ് യൂണിറ്റ് മാന്നാനം സെന്റ് ഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീമതി ബിന്ദു ജോസഫ് കരിയർ ഗൈഡായി പ്രവർത്തിച്ചു വരുന്നു. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബ് ശ്രീ ജോഷി TC, ശ്രീ നിതിൻ തോബിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബിൽ 8, 9, 10 ക്ലാസുകളിൽ നിന്ന് 85 കുട്ടികൾ അംഗങ്ങളാണ്. ജില്ലാ ക്യാമ്പിൽ മാസ്റ്റർ വിനായക് സന്തോഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂനിയർ റെഡ് ക്രോസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, പ്രവൃത്തി പരിചയ ക്ലബ്, ക്വിസ് ക്ലബ്, സയൻസ് ആൻഡ് എനർജി കൺസർവേഷൻ ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, ലഹരി വിരുദ്ധ ക്ലബ്, ടീൻസ് ക്ലബ് എന്നീ ക്ലബ്ബുകളും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ആധ്യാത്മിക രംഗം കത്തോലിക്ക വിദ്യാർത്ഥികൾക്കായി എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയും ഒക്ടോബർ മാസം 10 ദിവസം ജപമാലയും നടത്തപ്പെടുന്നു. സിസ്റ്റർ എലിസബത്ത് മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രെയർ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു. അധ്യാപക രക്ഷാകർതൃ സംഘടന അഡ്വക്കേറ്റ് CR സിന്ധുമോൾ PTA പ്രസിഡന്റായും ശ്രീ ജോമോൻ ജോസഫ് വൈസ് പ്രസിഡന്റായും ശ്രീമതി ബിന്ദു ഭായി VG MPTA പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്നു. സ്കൂൾ ലൈബ്രറിയൻ ശ്രീമതി ആർഷ ജോളിയുടെ മേൽനോട്ടത്തിൽ സ്കൂൾ ലൈബ്രറി പ്രവർത്തിക്കുന്നു. കലോത്സവം സ്കൂൾ കലോത്സവം ഓഗസ്റ്റ് 8 നടത്തി. സബ് ജില്ലാതല മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 100ഓളം കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 60ഓളം കുട്ടികളും പങ്കെടുത്തു. ജില്ലാതല ഓടക്കുഴൽ മത്സരത്തിൽ പങ്കെടുത്ത തേജസ് ബോബൻ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. ദിനാചരണങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള വിവിധ ദിനങ്ങൾ സമുചിതമായി ആചരിച്ചു വരുന്നു. കൂടാതെ ഓണം, ക്രിസ്തുമസ് തുടങ്ങിയവയും സമുചിതമായി ആഘോഷിക്കുന്നു. വിനോദയാത്ര ഹയർ സെക്കൻഡറി വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥികൾ മൂന്നാർ, കൊടൈക്കനാൽ എന്നീ സ്ഥലങ്ങളിലേക്കും ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൊടൈക്കനാൽ, മൈസൂർ എന്നീ സ്ഥലങ്ങളിലേക്കും പഠനയാത്ര നടത്തി. കൗൺസിലിംഗ് കുട്ടികളുടെ പഠന, വൈകാരിക, സാമൂഹിക, മാനസിക വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ സ്കൂൾ തലത്തിൽ കൗൺസിലിംഗ് പ്രോഗ്രാം നടത്തിവരുന്നു. സ്കൂൾ സഹകരണ സംഘം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് ശ്രീ ബിജു ജോർജിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘമാണ്. നൂൺ മീൽ പ്രോഗ്രാം ശ്രീമതി സെലിൻ BP, ശ്രീമതി ജൂലിയാമ്മ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂൺ മീൽ പദ്ധതിയിലൂടെ 131 കുട്ടികൾക്ക് സമീകൃത ആഹാരം നൽകുന്നു.
റിട്ടയർമെന്റ്. സെന്റ് ഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായ ശ്രീമതി ടെസി ലൂക്കോസ്, ഹെഡ്മാസ്റ്ററായ ശ്രീ ബെന്നിസ് കറിയ, ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകരായ ശ്രീമതി ആനി ചാക്കോ, ശ്രീ ബാബു ജോർജ്, ഹൈസ്കൂൾ വിഭാഗം സയൻസ് അധ്യാപികയായ ശ്രീമതി റിൻസി ലൂക്കോസ്, സാമൂഹ്യശാസ്ത്ര അധ്യാപികയായ ശ്രീമതി ബിന്ദു സി തോമസ്, മലയാള അധ്യാപകൻ ശ്രീ മാത്തുക്കുട്ടി മാത്യു, ഹിന്ദി അധ്യാപിക ശ്രീമതി സെലിൻ പി, ലാബ് അസിസ്റ്റന്റ് ശ്രീമതി റെജി സി പോൾ എന്നിവർ ഔദ്യോഗിക ജീവിതത്തിന്റെ പടിയിറങ്ങുകയാണ്. ഇവരുടെ മഹനീയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നതിനോടൊപ്പം തുടർ ജീവിതം ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞതും ഐശ്വര്യസമൃദ്ധവുമാകുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞത. സ്കൂൾ മധ്യസ്ഥനായ വിശുദ്ധ എഫ്രേമിന്റെയും സ്ഥാപക പിതാവായ വിശുദ്ധ ചാവറയച്ചന്റെയും ആത്മീയ സംരക്ഷണം ഈ വിദ്യാലയത്തെ തുടർന്നും വിജയ സോപാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. പ്രിൻസിപ്പൽ ശ്രീമതി ടെസി ലൂക്കോസ്, ഹെഡ്മാസ്റ്റർ ശ്രീ ബെന്നിസ് കറിയ.